വിഷുപ്പുലരയിൽ അയ്യനു മുന്നിൽ കണികണ്ട് കൈനീട്ടം വാങ്ങി ഭക്തർക്ക് ദർശന സായുജ്യം. വിഷുദിനത്തിൽ വൻ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത്. അയ്യപ്പ മുദ്രയുള്ള ലോക്കറ്റ് ഇന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പ്രകാശനം ചെയ്യും. സന്നിധാനത്ത് നിന്ന് കണ്ണൻ നായർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നെയ്ത്തിരുനാളത്തിന്റെ ശോഭയിൽ ശരണവിളികളുടെ അകമ്പടിയിൽ വിഷുപ്പുലരിയിൽ മേൽശാന്തി ശ്രീകോവിൽ നട തുറന്നു. ആദ്യം ശബരിമല അയ്യപ്പനെ ശബരീശന് മുന്നിൽ വിഷുക്കടി കാണിച്ചു. അയ്യപ്പ വിഗ്രഹത്തിൽ അയ്യപ്പ സ്വാമിക്ക് വിഷുക്കടി കാണിച്ചു. അതിനുശേഷമായിരുന്നു ഭക്തർക്കുള്ള വിഷുക്കടി ദർശനം. ഒട്ടേറെ ഭക്തർ വിഷുപ്പുലരിയിൽ അയ്യപ്പന് മുന്നിൽ വിഷുക്കടി ദർശനത്തിനായും കൈനീട്ടം വാങ്ങുന്നതിനുമായി കാത്തു നിൽക്കുകയായിരുന്നു. തന്ത്രി കണ്ഠരര് രാജീവര് ആദ്യം ഭക്തർക്ക് വിഷുക്കൈനീട്ടം നൽകി. അതിനുശേഷം മേൽശാന്തി വിഷുക്കൈനീട്ടം നൽകി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തന്മാർ, അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തന്മാരൊക്കെ തന്നെ സ്വാമിയെ കാണാൻ വേണ്ടി വരദായകനായിട്ടുള്ള അയ്യപ്പ സ്വാമിയെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഒട്ടേറെ ഭക്തന്മാർ പമ്പയിലും അതുപോലെ തന്നെ സന്നിധാനത്തേക്ക് വരുന്ന 4 കിലോമീറ്റർ നീണ്ടു വരുന്ന ആ നടപ്പാതയിലുമൊക്കെ തന്നെ കാത്തു നിൽക്കുകയാണ്. അവരൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ പുലർച്ചയിൽ അയ്യപ്പ ദർശനത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും വിഷുപ്പുലരിയിൽ അയ്യപ്പനെ കാണുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രം മാത്രമാണ് അവരുടെ ഖണ്ഡങ്ങളിൽ നിന്ന് ഉയരുന്നത്. സ്വാമിയെ ശരണമയ്യപ്പ. എല്ലാവർക്കും ഒരു വിഷുദിന ആശംസകൾ. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നമ്മുടെ മണ്ഡല മകരവിളക്ക് മഹോത്സവം പോലെ തന്നെ വിഷുവും നല്ലൊരു ഭംഗിയായിട്ട് നടക്കാൻ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമിയെ ശരണം അയ്യപ്പ. വർഷങ്ങളായി ഭക്തർ കാത്തിരിക്കുന്ന അയ്യപ്പ മുദ്രയുള്ള ഒരു ലോക്കറ്റ് ഇന്ന് പ്രകാശനം ചെയ്യുകയാണ് മന്ത്രി VN വാസവൻ. ദേവസ്വം മന്ത്രി VN വാസവനാണ് ആ ലോക്കറ്റ് പ്രകാശനം ചെയ്യുന്നത്. 2 ഗ്രാമിന്റെയും 4 ഗ്രാമിന്റെയും 1 പവന്റെയും തൂക്കം വരുന്ന ലോക്കറ്റാണ് ഇന്ന് പ്രകാശനം ചെയ്യുന്നത്. അത് ഏതാണ്ട് 70ഓളം പേരാണ് ഇപ്പോൾ ഓൺലൈനായി അത് വാങ്ങാൻ വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിക്ക് മന്ത്രിയാണ് ആ ലോക്കറ്റ് കൈമാറുന്നത്. എന്തായാലും വലിയ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഒട്ടേറെ ഭക്തന്മാർ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. വലിയ തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് ഉണ്ടായിരിക്കുന്നത്. അയ്യപ്പന് മുന്നിൽ നിന്ന് ഒരു നാണയത്തൊട്ട് കൈനീട്ടമായി വാങ്ങുകയാണെങ്കിൽ അത് അവരുടെ ആ വർഷത്തുമെമ്പാടുമുള്ള ആ ഒരു വർഷത്തെ അവരുടെ ഒരു സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള ഒരു ഗുണമായി മാറുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്. ആ പ്രതീക്ഷയോട് കൂടി സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രം മുഴക്കിക്കൊണ്ട് ഓരോ ഭക്തന്മാരും കാത്തിരിക്കുകയാണ് അയ്യപ്പന് മുന്നിൽ നിന്ന് കൈനീട്ടം വാങ്ങാൻ വേണ്ടി വിഷുക്കണി ദർശനത്തിന് വേണ്ടിയും. സന്നിധാനത്ത് നിന്ന് ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.